നമസ്കാരം, ഞാൻ രതീഷ്. നമ്മളിന്ന് ഓർഗാനിക് കേരളത്തിൻ്റെ വീഡിയോയ്ക്ക് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്തുള്ള റോയൽ ഫാമിലാണ്. നമ്മൾ ഒരുപാട് ഫാമുകൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. ഓരോ ഫാമിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള അറിവുകളാണ് നമുക്ക് സാധാരണ ഇതുവരെയുള്ള ഓരോ അനുഭവങ്ങളും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഈ റോയൽ ഫാം. ഈ ഫാം നടത്തുന്നത് അബ്ദുൽ ലത്തീഫ് എന്ന ആളാണ്. ഈ ഒരു ഫാമിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. എന്തായാലും നമുക്ക് അബ്ദുൽ ലത്തീഫ് ഖാനെ ഒന്ന് പരിചയപ്പെടാം. വളരെ സന്തോഷത്തോടു കൂടി തന്നെ. നമസ്കാരം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഏതൊക്കെ ഇനം പശുക്കളാണ്, എന്താണ്, എങ്ങനെയാണ് പശുവിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഫാമിൽ കൊണ്ടുപോകുന്നത്? HF, ജേഴ്സി ഇനങ്ങളിലാണ്, ഹൈബ്രിഡ് ഇനങ്ങളിലാണ്. കൂടാതെ കാസർഗോഡ് കുള്ളൻ, വെച്ചൂർ എന്നിങ്ങനെ 2 ഇനങ്ങളും ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാസർഗോഡ് കുള്ളൻ, ഇതാണ് വെച്ചൂർ. ഇതിൻ്റെ ഒരു ആവശ്യകത എന്താ വെച്ചാൽ നമ്മുടെ നാടൻ ഈ വെച്ചൂർ പാലിന് വളരെ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് ആവശ്യക്കാരുണ്ട്. പക്ഷെ അത് കൂടുതൽ ക്വാണ്ടിറ്റി ഇല്ല. വെച്ചൂർ പശുവും കാസർഗോഡ് കുള്ളനും ഞാൻ വയ്ക്കുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം, ഇതിൻ്റെ ഈ കുറഞ്ഞ അളവിലായതുകൊണ്ട് ഇതിൻ്റെ പാലിന് വിപണിയുണ്ട്, കുറഞ്ഞ പാലായതുകൊണ്ട്. രണ്ടാമത് ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ വിദ്യാർത്ഥിനികളും മറ്റ് കോളേജുകളിൽ നിന്നും സ്കൂളിൽ നിന്നും കുട്ടികൾ ഇവിടെ വിസിറ്റിങ്ങിന് വരും. അവർക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർ കേട്ടിട്ടേ ഉള്ളൂ കാസർഗോഡ് കുള്ളൻ എന്താണ്, വെച്ചൂർ എന്താണ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്കത് അതിൻ്റെ ഇതും കൂടി പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളിത് വളർത്തിയാലല്ലേ. അപ്പോൾ അതും കൂടി എൻ്റെ ഒരു ഉദ്ദേശം. കാസർഗോഡ് വെച്ചൂർ ഇനങ്ങളെ ഇവിടെ പാലിന് എത്ര രൂപ കിട്ടുന്നുണ്ട്? 1 ലിറ്റർ പാലിന് എന്ത് വില കിട്ടും? ഇതിൻ്റെ പാലിനൊരു നിശ്ചിത വില ഇവിടെ ഇല്ല. പക്ഷെ ഒരു ആവശ്യക്കാർ വരുമ്പോൾ അതിന് നമുക്ക് നല്ലൊരു ഡിമാൻഡ് വില കിട്ടും. ഇപ്പോൾ 200 രൂപ വരെ വെച്ചൂർ പശുവിൻ്റെ പാലിന് തരാൻ ആളുണ്ട്, 200 രൂപ വരെ. പക്ഷെ അത് 10 ലിറ്ററോ 15 ലിറ്ററോ നമ്മളിടത്ത് എണ്ണം കൂടുതലുണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഒരു വെച്ചൂർ പശുവിന് ആകെ കിട്ടിയ 2-3 ലിറ്റർ പാലാണ്. ആ 2-3 ലിറ്റർ പാല് കൊടുക്കുന്നതിനെ ഇവിടെ ആളുണ്ട്. അല്ലാതെ അത് എണ്ണത്തിൽ കൂട്ടിയാൽ ചിലപ്പോൾ അത്രയും മാർക്കറ്റ് നമുക്ക് കിട്ടുമെന്ന് സംശയം. അപ്പോൾ നമ്മൾ എണ്ണം കൂട്ടുന്നതിലുപരി ഉള്ളതിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ പാല് മാത്രം നിങ്ങൾ സെപ്പറേറ്റ് ആണോ കൊടുക്കുക? അതായത് കാസർഗോഡിൻ്റെയും വെച്ചൂരിൻ്റെയും പാല് സെപ്പറേറ്റ് ആണ് കൊടുക്കുക. മറ്റുള്ള പാലുകളിൽ കൂടെ ഇത് മിക്സ് ചെയ്യാറില്ല. കാരണം ഇതിന് വിപണിന് വില കൂടുതലുള്ളതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട്. അതായത് ഇതൊക്കെ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൽ അതിനായിട്ടുള്ള ഇൻസിമിനേഷൻ ഇതുണ്ട്, സെമനുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കാസർഗോഡ് കുള്ളനാണ് ഇന്ന് ഹീറ്റായി എന്ന് പറഞ്ഞാൽ അവർ കാസർഗോഡ് കുള്ളൻ്റെ സെമനായിട്ട് വരും. വെച്ചൂർ പശുവാണ്, ജേഴ്സിക്കാണെങ്കിൽ ജേഴ്സിയുടെ വരും. കിട്ടുന്നുണ്ട്. KLD ബോർഡിന്റെ മൃഗസംരക്ഷണ വകുപ്പാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഏത് ആളതാന്ന് നമുക്കറിയില്ല. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഇവിടുത്തെ എടപ്പാൾ മൃഗാശുപത്രിയിലെ ഡോക്ടറോട് പറഞ്ഞാൽ അവരപ്പം തന്നെ അവർ വരികയോ അല്ലെങ്കിൽ LI വന്ന് കുത്തിവെപ്പ് നടത്തുകയോ ചെയ്യും. നമ്മൾ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ 75ാമത്തെ ദിവസം രണ്ടാമത്തെ കുത്തിവെപ്പ് നടത്തും. 75 ദിവസം. 75 ദിവസത്തിൻ്റെ മുന്നേ വന്ന ഹീറ്റ് നമ്മൾ കുത്തിവെക്കാറില്ല. 75ാമത്തെ ദിവസമാണ് നമ്മളിത് കുത്തിവെക്കാറ്. അപ്പോൾ നമുക്കൊരു സുമാർ ഒരു പശുവിൽ നിന്ന് ഒരു വർഷത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അതിനെ സെറ്റ് ചെയ്യുക. 1 വർഷം 1.5 വർഷം കൂടുമ്പോഴത്തേനും ഒരു കുഞ്ഞിനെ കിട്ടും. പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ ഈ പശുക്കളെ തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ള പശുക്കളെ തന്നെ ഈ സ്വാഭാവികമായിട്ടും ഈ ഒരു ആവറേജ് പാല് നമ്മളിരുന്ന് ഉദ്ദേശിക്കുന്ന ഒരു വർഷത്തിൽ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ ഒരു ദിവസം മിനിമം 10 മുതൽ 15 ലിറ്റർ വരെ പാല് കിട്ടണം. ഹൈബ്രിഡ് പശുവിന് മിനിമം 10 ലിറ്റർ മുതൽ 15 ലിറ്റർ വരെ ആവറേജ് കിട്ടണം. ആവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പം പ്രസവിച്ച പാട് 16 20 കിട്ടും. അത് 15 ആവും, 14 ആവും, 12 ആവും, 8 ആവും, 7 ആവും. പിന്നെ 2 മാസം വരെ അവസാന 2 മാസങ്ങൾ കറക്കില്ല. ഇതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പശുവിൽ നിന്ന് 10 മുതൽ 15 വരെ കിട്ടിക്കഴിഞ്ഞാൽ 100% ആ പശു ലാഭത്തിലാണെന്നുള്ളതാണ്. 10 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 ലിറ്റർ പാലിന് 400 ഗ്രാം തീറ്റയും മിനിമം 2.5 കിലോ അതിൻ്റെ ബോഡി വെയ്റ്റിനും. അപ്പോൾ 10 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന് 6.5 കിലോ തീറ്റായി. അത് 12 ലിറ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 400 ഗ്രാമിൻ്റെ വർധനവുണ്ടാവും. 10 ലിറ്ററിനാണ് ഞാൻ ഈ പറയുന്ന കണക്ക്. 12 ലിറ്റർ ആണെങ്കിൽ ഇപ്പോൾ 400 ഗ്രാം വെച്ച് 4 കിലോ പോരാ, 4,800 വേണം. അപ്പോൾ അതിൻ്റെ വർധനവുണ്ടാവും. അങ്ങനെ 6 കിലോ തീറ്റ കൊടുക്കുകയാണെങ്കിൽ 180-200 രൂപ തീറ്റക്കും ഒരു 100 രൂപ ഇതിൻ്റെ പുല്ലും വൈക്കോലും മെയിൻ്റനൻസും കൂടി വന്നാൽ കഴിഞ്ഞാൽ 10 ലിറ്റർ പാലിൽ കിട്ടുന്ന ഒരു വരുമാനം 350 രൂപയാണ് സൊസൈറ്റി കൊടുക്കുമ്പോൾ. അപ്പോൾ പിന്നെ ആ പശു
ലാഭത്തിൽ തന്നെയല്ലേ നമ്മൾ കണക്ക്. അപ്പോൾ പാല് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ പാല് നമ്മൾ 3 രീതിയിലാണ് വിപണനം നടത്തുന്നത്. ഒന്ന്, നമ്മൾ ആ വീടുകളിൽ ഒരു 30 ലിറ്റർ പാലോളം രാവിലെ നമ്മൾ വീടുകളിൽ എത്തിക്കും. ആ വീടുകളിൽ എത്തിക്കാൻ നമ്മൾ ഈ കോളേജിൽ പോകുന്ന കുട്ടികളുണ്ട് ഇവിടെ. അവർ രാവിലത്തെ ടൈം അവർക്ക് ഫ്രീ ആണ്. അപ്പോൾ അവർ 1 മണിക്കൂർ കൊണ്ട് ഈ 30 വീട്ടിൽ കൊണ്ടേ കൊടുത്തിട്ട് തിരിച്ചു വന്നോളൂ. നമ്മൾ പാല് കൊടുക്കുന്ന വീടുകളിൽ നമ്മൾ പറയുന്നത് ഗ്ലാസ് ബോട്ടിലാണ് പാല് കൊടുക്കുക. പ്ലാസ്റ്റിക്കിലല്ല, ഗ്ലാസ് ബോട്ടിലാണ്. ഈ കുപ്പി അവർ കഴുകി തരണം, വീട്ടുകാർ കഴുകി തരണം. അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ പാല് കൊടുക്കുള്ളൂ. കുപ്പി അവർ കഴുകി തരുമ്പോൾ നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ 30 കുപ്പി കഴുകാൻ അത്രയും സമയം നമ്മൾ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ കുപ്പി അവർ കഴുകി തരിക, പാല് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ഒരു മാസത്തിൽ ഒരു ദിവസം 30ാമത്തെ ദിവസം അല്ലെങ്കിൽ 1-ാം തീയതിയോ നമ്മൾ ഇതിൻ്റെ ബില്ല് കൊടുക്കും അവർക്ക്, ഒരു സ്ലിപ്പ്. പിറ്റേ ദിവസം പാല് കൊണ്ടുവരുന്ന സമയത്ത് ആ സ്ലിപ്പും പൈസ അവർ റെഡിയാക്കി വെക്കണം. ഇതൊക്കെയാണ് അവരോട് നമുക്കുള്ള റിക്വസ്റ്റ്. കാരണം അതിനു വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യം പോകുന്നത് നഷ്ടമാവും. അങ്ങനെ സ്കൂൾ കുട്ടികൾ ഈ പാല് കൊണ്ടു കൊടുത്തിട്ട് എല്ലാ മാസവും പൈസ പിരിക്കും. അതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്താ വെച്ചാൽ, ഞങ്ങൾ തൈരും നെയ്യും ഉണ്ടാക്കുന്നുണ്ട് പാലിൽ നിന്ന്. പാലിൽ ക്രീം എടുത്തിട്ട് നെയ്യും ഉണ്ടാക്കും, ബാക്കി പാലുകൊണ്ട് തൈരും ഉണ്ടാക്കും. ഒരു ദിവസം 50 ലിറ്റർ തൈര് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും, ചെലവ് ചെയ്യാൻ പറ്റും. 50 ലിറ്റർ തൈര് വരെ. കാരണം 3 പെർമനന്റ് ഷോപ്പുകളിൽ നമ്മൾ 1/2 ലിറ്ററിന്റെ പാക്കറ്റ് 25 പാക്കറ്റ് വെച്ച് കൊടുക്കും. അവർക്ക് ചെലവുണ്ട് 75 പാക്കറ്റ്. ഒരു 25 പാക്കറ്റ് ഇവിടെ ലോക്കൽ സെയിലും പോകും. അങ്ങനെ ദിവസം ഒരു 50 ലിറ്റർ പാലിന് നമുക്കിവിടെ ആ രീതിയിൽ ചെലവുണ്ട്. ബാക്കി വരുന്ന പാലെല്ലാം സൊസൈറ്റിയിലേക്ക് കൊടുക്കും. കോലോളമ്പ് ക്ഷീരസഹകരണ സംഘ സൊസൈറ്റി ഉണ്ട് ഇവിടെ. ഏകദേശം എത്ര പാല് കറക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇപ്പം ഞങ്ങൾ പറക്കുന്നത് ഒരു 120-130 ലിറ്റർ പാല് ദിവസം ഞങ്ങൾക്കുണ്ട്. 8 പശുക്കളെയാണ് ഞങ്ങൾ കറക്കുന്നത്. ബാക്കി ചെനയിലാണ്, പിന്നെ കുട്ടികളുമാണ്. അപ്പോൾ ഇവർക്ക് ഈ രോഗപ്രതിരോധ പരിപാടികൾ അങ്ങനെ എല്ലാ സമയങ്ങളിലും കുത്തിവെപ്പ് മൃഗസംരക്ഷണ വകുപ്പിന്റെ എടപ്പാൾ മൃഗാശുപത്രിയിൽ നിന്ന് വന്നിട്ട് അവിടുത്തെ ഡോക്ടർ ഫ്ലമി മാഡവും അല്ലെങ്കിൽ LI ഉണ്ട് മിസ്റ്റർ അബ്ദുൽ സലീം, അവർ വന്നിട്ട് സമയാസമയങ്ങളിൽ കുത്തിവെപ്പിന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. പിന്നെ ഈ ചില ഈ മിനറൽസ്, ഈ പ്രോ മിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി മിനറൽസ് ഇവിടെ തരുന്നുണ്ട്. പിന്നെ കാൽസ്യത്തിൻ്റെ പൗഡർ ആയാലും മിനറൽസ് ആയാലും അതും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പ്രോ മിൽക്ക് കമ്പനിയാണ് തരുന്നത്. രാവിലെ 4 മണിക്കാണ് നമ്മളിവിടുത്തെ ഫാമിലെ പരിപാടി തുടങ്ങുന്നത്. രാവിലെ തന്നെ നമ്മൾ ഈ അർബാനയിൽ ഇപ്പോൾ ചാണകം എടുത്ത് കണ്ടില്ലേ, അർബാനയിൽ ചാണകം എടുത്തിട്ട് ഞങ്ങളവിടെ ചാണകം ഇടുന്ന ഷെഡുണ്ട്, അവിടെ കൊണ്ടുപോയത് ഡബ് ചെയ്യും ചാണകം. 3 അർബാന ചാണകം 4 അർബാന ചാണകം ഉണ്ടാവും രാവിലെ തന്നെ. ഇത് കൊണ്ട് ഇട്ടതിൻ്റെ ശേഷം മോട്ടർ അവിടെ ഓൺ ചെയ്തിട്ട് പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മോട്ടർ അടിച്ചിട്ട് ഇതിനെ കഴുകി രാവിലത്തെ കഴുകൽ കഴിഞ്ഞാലാണ് പിന്നെ കറവുണ്ടാവുക. കറവൻ്റെ മുന്നേ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് എല്ലാം അതിൻ്റെ അകിട് കഴുകി തുടച്ചതിൻ്റെ ശേഷമാണ് കറവ സ്റ്റാർട്ട് ചെയ്യുക. കറവ സ്റ്റാർട്ട് ചെയ്യാൻ മെഷീൻ ഉപയോഗിക്കും. മെഷീൻ ഉപയോഗിച്ചിട്ട് കറവ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് അകിട് കഴുകിയിട്ട് ആണ് ഇതിൻ്റെ പിന്നെ പാല് എടുക്കാൻ തുടങ്ങുക. എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കഴുകണം. കാരണം എന്താ വെച്ചാൽ ഒരു പശു കഴുകണം. എന്താണെന്ന് വെച്ചാൽ ഒരു പശു പാല് കറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുലക്കാമ്പുണ്ടല്ലോ, ഇതൊരു ടിഷ്യൂ ടൈപ്പാണ്. ഈ നമ്മൾ പാല് കറക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുക. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്നതുകൊണ്ടാണല്ലോ പാല് വരുന്നത്. അതേമാതിരി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അടയും വേണം, അല്ലെങ്കിൽ ഇത് പാല് നിൽക്കില്ല. ആ അടയുന്ന സമയത്ത് ഈ ഒരു 10 സെക്കൻഡോ 10 മിനിറ്റുകളോ എടുക്കും ഒരു ഇതിനെ തിരിച്ചാണ്. ആ സമയത്ത് ഈ അകിടിയിൽ അണുക്കൾ കയറാൻ സാധ്യതയുണ്ട്. കാരണം സെക്കൻഡിൽ അല്ലെങ്കിൽ ഇവിടെ കെടുക്കുമല്ലോ ഇവർ നിലത്ത് കെടുക്കുകയോ ചെയ്താൽ പെട്ടെന്ന് ഇതിൽ അണുക്കൾ കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അണുക്കൾ കയറിയാലാണ് ഈ അകിട് വീക്കം മാൻസെറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കഴിയുന്നത് പ്രിക്കോഷൻ എടുക്കുക, പിന്നെ വരുന്നതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അതായത് നമ്മൾ ഇപ്പോൾ ഫാമിൽ പശുക്കൾക്ക് ഫുഡ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അതായത് നമുക്ക് പാല് വേണം, പാലിൻ്റെ അളവ് കൂടണമെങ്കിൽ ഇതെല്ലാം ഈ നമ്മൾ കൊടുക്കുന്ന ഫുഡിനെയും അവർക്ക് നൽകുന്ന പരിചരണത്തെയും അനുസരിച്ചിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഫുഡ് കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, 10 ലിറ്റർ മിനിമം കിട്ടുന്ന പാല് കിട്ടുന്ന ഒരു പശുവിന് നമ്മൾ ഗരാഹാരമായിട്ട് 6.5 കിലോ തീറ്റയാണ് കൊടുക്കുന്നത്. ഒരു പശുവിന്. അതിൽ പരുത്തി പിണ്ണാക്ക് 1 കിലോ, തവിട് 2 കിലോ, പെല്ലറ്റ് 3 കിലോ. ഇന്ന് രാവിലെ കൊടുക്കുന്നതിന് തലേ ദിവസം ഇതാണ് ഇതിൻ്റെ പരുത്തി പിണ്ണാക്ക്. ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് മിക്സ് ചെയ്യും. വെള്ളത്തിലിട്ട് വെച്ചാൽ നാളെ നേരം വെളുകാവുമ്പോഴത്തേന് ഇത് ശരിക്ക് കുതിർന്ന് പിന്നെ പരുവാവും. ഇതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മളെ പൗഡറാണ്, കപ്പ പൗഡറാണ്. കപ്പയുടെ പൗഡറാണ് ഈ കപ്പയുടെ പൗഡർ. അതുകൂടാതെ ഇത് സോയാബീൻ തവിടാണ്. സോയാ തവിട് എന്ന് പറയും. സോയാ തവിട്. ഈ സോയാ തവിട് മിക്സ് ചെയ്യും. ഇതിൽ ഈ തീറ്റ കൊടുക്കുന്ന സമയത്ത്
ഇത് ഗോദ്രേജിൻ്റെ പെല്ലറ്റാണ്. അത് പെല്ലറ്റ് പലതും ഉണ്ട്, കേരള ഫീഡ് ഉണ്ട്. ഏതാണോ നമുക്ക് അവൈലബിൾ ആയ നല്ല പെല്ലറ്റ് കിട്ടുന്നത് ആ പെല്ലറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന തീറ്റ. ഇതിൽ നമ്മൾ പിന്നെ ഇവരെ പ്രോ മിൽക്കിൻ്റെ കുറച്ച് കാൽസ്യം പൗഡറും ഹൈബ്രിഡ് പശുക്കൾക്ക് കുറച്ച് ഈസ്റ്റിൻ്റെ പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ ഒരു ആഴ്ചയിൽ 2 ദിവസം 5 ഗ്രാമോ 10 ഗ്രാമോ അപ്പസോഡ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുന്ന അപ്പസോഡ ഉണ്ടല്ലോ, ആ അപ്പസോഡയും കൂടി മിക്സ് ചെയ്തു. അത് ദഹനശക്തിക്കും ഇതിൻ്റെ ഈ പിന്നെ നല്ല ഡൈജഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അതും നല്ലതാണ്. ഇനി അതില്ലെങ്കിൽ ഈസ്റ്റിൻ്റെ പിന്നെ ഫീഡപ്പ് ഈസ്റ്റിൻ്റെ അത് കൊടുത്താലും മതി. ഇപ്പം ഇങ്ങനെ ഇവർക്ക് തീറ്റ വെച്ച് കൊടുത്താലും ഡ്രൈ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഡ്രൈ ആയിട്ട് കൊടുത്താലും ഇവിടെ കണ്ടില്ലേ, ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം 24 മണിക്കൂറും ഇതിലേക്ക് വരുന്നുണ്ടല്ലേ. നമ്മളിപ്പോൾ ഈ ഫാമിലേക്ക് എവിടെ നിന്നാണ് പശുക്കളെ കൊണ്ടുവരുന്നത്? സാധാരണ ഒരുപാട് ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ ചിലർ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും, ചിലർ നാട്ടിൽ നിന്നാണ് കളക്ട് ചെയ്തിട്ട് എടുക്കാറ്. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലർ ഇതിൻ്റെ പ്രതിരോധ ശേഷിയെ പറ്റിയിട്ട് തമിഴ്നാട്ടിൽ എടുക്കുമ്പോൾ പ്രശ്നം പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് ഈ പശുക്കളൊക്കെ? ഞാൻ തുടക്കം എടുക്കുന്നതൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അന്ന് 10 പശുക്കളെ പോയി കൊടുക്കും. അത് നമ്മളിവിടുന്ന് നാട്ടിലുള്ള ഈ നാട്ടറിവുള്ള ഒരാളെ കൊണ്ടുപോയാൽ അവർക്ക് പശുവിൻ്റെ കോലങ്ങൾ നോക്കിയിട്ട് കുറേ അതിൻ്റെ നല്ലതിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. കൂടാതെ ഞങ്ങളെ അബ്ദുൽ സലീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിലെ പുള്ളിയും കൂടി ഉണ്ടാവും. അങ്ങനെ അവരും കൂടി നോക്കിയിട്ടാണ് നമ്മൾ നല്ല ഇനം പശുക്കളെ തിരഞ്ഞെടുക്കുക. പശുക്കൾ നല്ലത് എന്നല്ല, പശുക്കൾ തമിഴ്നാട്ടിലേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ പശുക്കളെ വാങ്ങാൻ ആരെങ്കിലും വന്നാൽ ഞാൻ പറയും എൻ്റെ അടുത്ത് നിങ്ങൾ പശുക്കളെ വാങ്ങരുത്. കാരണം 10 പശുക്കളെ 15 പശുക്കളെ വളർത്തുന്ന ഞാൻ അതിൽ നിന്ന് ഒരാൾക്ക് നല്ലതിനെ കൊടുക്കൂല. അതെന്തായാലും അതിന് നല്ലതിനെ കൊടുക്കില്ല. എന്തെങ്കിലും ഒരു വ്യത്യാസം അതിൻ്റെ പ്രസവത്തിലോ ഇതിലോ ഉണ്ടാവും, അത് ഞാൻ മറച്ചു വെച്ചിട്ടായിരിക്കും കൊടുക്കുക. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല, കഴിയുന്നതും അങ്ങനെ വാങ്ങാതിരിക്കാന്ന് ഞാൻ പറയാം. എന്നിരുന്നാൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ചില അമ്മമാരൊക്കെ വളർത്തിയിട്ട് വലുതാക്കി പ്രസവിച്ച പാടി കറക്കാൻ സൗകര്യമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ പശുക്കളെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങും. ഇതിപ്പോൾ എവിടുന്ന് പർച്ചേസ് ചെയ്തത്? ഇത് അല്ല, കോയമ്പത്തൂർ നിന്നാണ് ആദ്യത്തെ അടുത്ത്. പിന്നെ പൊള്ളാച്ചിയിൽ നിന്ന് കൊടുത്തു. 5 പശുക്കൾ കോയമ്പത്തൂർ നിന്ന്, 5 പശുക്കൾ പൊള്ളാച്ചിയിൽ നിന്ന് കൊടുത്ത്. പിന്നെ അതിൻ്റെ ശേഷം അതിൽ നിന്ന് പലതും വിറ്റിട്ടുണ്ട്, പിന്നെ ലോക്കലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എത്ര താറാവുണ്ട്? നമ്മൾ 75 താറാവാണ് നമ്മളെ അടുത്ത് ഉള്ളത്. 75 താറാവിനെയാണ് നമ്മൾ വളർത്തുന്നുള്ളൂ. 75 താറാവിനെ വളർത്തുമ്പോൾ ദിവസം ഒരു 50 മുട്ട വെച്ച് 55 മുട്ട വെച്ച് നമുക്ക് കിട്ടും. ദിവസം 55 മുട്ട വെച്ച് കിട്ടും. 75-80 താറാവിനെ വളർത്തുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ 65% മുട്ട കിട്ടുള്ളൂ. എല്ലാ താറാവും ദിവസം മുട്ട ഇടണമെന്നില്ല. ആൺ താറാവിനെ നമ്മൾ വളർത്താറില്ല. കാരണം മുട്ട ഇടാൻ ആൺ താറാവിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളിത് വിരിയിപ്പിക്കുന്നില്ലല്ലോ. വിരിയിപ്പിക്കാൻ വേണ്ടി മാത്രമേ ആൺതാറാവിൻ്റെ ആവശ്യമുള്ളൂ. ഇതിലിപ്പോൾ 4-5 ആൺതാറാവ് ഉണ്ട്, ബാക്കിയൊക്കെ പെൺതാറാവ് തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ സമയമായതുകൊണ്ടാണ്. ആ ഹോട്ടലിൽ നിന്ന് വൈകുന്നേരം ഇതിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് വരും. അവിടെ ഭക്ഷണത്തിൻ്റെ ബാക്കി അതൊക്കെ കൂടി ഇവിടെ ഇട്ട് കൊടുത്താൽ സുഭിക്ഷമായിട്ട് ഇവർ തിന്നോളും. ഇത് മാത്രം മുട്ടയ്ക്ക് വേണ്ടി മാത്രം ഇറച്ചിക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഇതിൽ ആൺതാറാവ് ഉണ്ടെങ്കിൽ ഇറച്ചിയുടെ വിപണനം ഇവിടെ അധികം ഇല്ല, പക്ഷെ മുട്ടയുടെ വിപണനേ അധികം ഉള്ളൂ. ഇത് എവിടുന്ന് കൊണ്ടുവന്നത്? ഇത് നമ്മൾ കുട്ടനാട് മേഖലയിൽ നിന്ന് നമുക്ക് ഇവിടെ കൊടുന്നു തരണതാണ്. ഇവിടെ ആളുകൾ വിൽക്കാൻ വരുമ്പോൾ അങ്ങനെ വാങ്ങുന്ന നമ്മൾ ഓർഡർ ചെയ്താൽ അവിടെ കിട്ടും. 4.5 മാസം പ്രായമായ നിരണത്തിൽ നിന്ന് 1 ദിവസം പ്രായമായ കുഞ്ഞിനെ കിട്ടും. കുഞ്ഞിനെ 1 ദിവസം പ്രായമായ ആ കുഞ്ഞിനെ കൊടുത്ത് നമ്മൾ വളർത്തി വലുതാക്കുമ്പോഴാണ്. ഇതിന്റെ മുട്ട നിങ്ങൾ കോഴിക്ക് വെച്ച് വിരിയിക്കുന്നുണ്ടോ? കോഴിക്ക് വെച്ചിട്ട് വിരിയിക്കാം. താറാവ് മുട്ട കോഴിക്ക് വെച്ചിട്ട് വളരെ അപൂർവം. അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്ത് വിരിയിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ നമ്മൾ ചെയ്യാറുണ്ട് പലപ്പോഴും. ഇതിപ്പോ ഈ കുളം ഉള്ളത് കൊണ്ട് ഇതിന്റെ വളർച്ചയ്ക്ക് ഒരു പ്രശ്നമില്ല. എല്ലാ ദിവസവും ഇത് എത്ര രൂപയായിട്ട് മുട്ട പോകുന്നത്? 10 രൂപ. 10 രൂപ ഒരു മുട്ടയ്ക്ക്. അത് എവിടെ പോകുന്നത്? ഇവിടെ ലോക്കൽ മാർക്കറ്റിലാണ്. ഇവിടെ തന്നെ വന്നു പോകും. കാരണം 50 മുട്ട 60 മുട്ടയല്ലേ ഉള്ളൂ. എന്തായാലും അത് പോകുന്നുണ്ട്. അത് പോകും. അത്ര എണ്ണ ആയതുകൊണ്ട് പോകും. അത് കൂടുതൽ എണ്ണ ആകുമ്പോഴേ അതിൽ വിഷയമുള്ളൂ. ആടിന്റെ പരിപാടി എങ്ങനെയാണ് നമ്മുടെ ഈ ഫാമിൽ? അതായത് ഇത് ഏതിന ആടാണ്? ഇത് ഇത്ര എണ്ണ ഉള്ളോ? മലബാരി ഇന ആടുകളാണ് നമ്മൾ വളർത്താറ്. മലബാരി ഇന ആടുകളിൽ ഒരു പ്രസവത്തിൽ 2 കുട്ടിയോ 1 കുട്ടിയോ ഉണ്ടാവും. ഒരു വർഷത്തിൽ 2 പ്രസവം എടുക്കലാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അതിൽ ലാഭകരമായ അവസ്ഥ. അങ്ങനെ എടുക്കുന്ന കുട്ടികളിൽ 4 മാസം 6 മാസം വരെ പ്രായമായ ആൺകുട്ടിയാണെങ്കിൽ, കൊറ്റൻകുട്ടിയാണെങ്കിൽ നമ്മൾ വിൽക്കപ്പെടും. 1 കിലോന് 300 രൂപ എന്നുള്ള നിലക്കിലാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നത്. ജീവനോടെ 1 കിലോന് 300 രൂപ. നമ്മളെടുത്ത് സാധാരണ ത്രാസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം കയറിക്കും.
പിന്നെ ആടിനായിട്ട് കയറി നിന്ന് കിട്ടുന്ന വെയിറ്റാണ് അതിൻ്റെ വെയിറ്റ്. ഓ ശരി. അതെല്ലേ. അങ്ങനെ കിട്ടുന്ന 1 കിലോ ആടിന് 300 രൂപ എന്നുള്ള നിലക്കാണ്. ഏകദേശം 10 ആടുകളോ ഇതിനകത്ത് നിൽക്കും. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച 4 ആടിനെ കൊടുത്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ കൊറ്റനാടുണ്ട്, ഇവിടെ 2 പെടയാടുണ്ട്. ഇത് പ്രസവിച്ച കുട്ടികളാകുമ്പോൾ ഏകദേശം എത്ര കിലോ വരും നിങ്ങളൊരു കണക്കിൽ ഇതുവരെ കൊടുത്തതനുസരിച്ച്? ഇത് ഒരു 28-30 കിലോ വെയിറ്റ് ഉണ്ടാവും. 30 കിലോന്റെ അടുത്ത് വെയിറ്റ് ഉണ്ടാവും അല്ലേ? പാല് കറക്കാറുണ്ടോ ആടിന്റെ പാല്? കുട്ടികൾ, ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ കുറച്ച് പാല് കറന്നെടുക്കും. 2 കുട്ടികളാണെങ്കിൽ നമുക്ക് കറക്കെടുക്കാൻ ഉണ്ടാവില്ല. ആടിന്റെ പാലിന് ഇവിടെ അത്ര ഒരു വിപണന സാധ്യത ഉണ്ടെങ്കിലും നമ്മൾ ഈ കുട്ടികൾ കുടിക്കുന്നതുകൊണ്ട് അതിന് വല്ലാതെ ശ്രമിക്കാറില്ല. പിന്നെ ഇതിന്റെ തീറ്റ നമ്മൾ ഈ പശുവിന്റെ തീറ്റ മാതിരി തന്നെ പിണ്ണാക്ക്, തവിട്, കഞ്ഞിര വെള്ളം ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. അവിടെ കൊടുത്ത അതേ രീതിയിൽ ആടിന്റെ പെല്ലറ്റ് ഉണ്ട്. പ്രസവിച്ച ആടുകൾക്ക് കുറേശ്ശെ, വളരെ കുറച്ച് സാധാരണ ഒരാട് മലബാറി ആട് എത്ര വർഷം വരെ 5 പ്രസവമാണ് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. 5 പ്രസവം കഴിഞ്ഞാൽ പിന്നെ ആടിനെ നമ്മൾ വളർത്തുന്നതിൽ ആരോഗ്യകരമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ ഇറക്കി വിട്ട് തീറ്റ ഇതിന് പുല്ലരിഞ്ഞു കൊടുക്കും. പുല്ലരിഞ്ഞു കൊടുക്കും, ഇല വെട്ടി കൊടുക്കും. പശുക്കൾക്ക് കൊടുക്കുന്ന അതേമാതിരി പുല്ല് അരിഞ്ഞ് ഇവർക്ക് കൊടുക്കും. കഞ്ഞിര വെള്ളം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതും കൊടുക്കും. അല്ലേ? ആട് സത്യത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലെ ലാഭകരമാണല്ലേ? അതായത് അത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ മാനേജ് ചെയ്യുന്നതിന്റെ ഒരു മെനക്കെട്, അതായത് വലിയൊരു മെനക്കെട് ഇല്ല ഇതിന്. മെനക്കെട് കുറവാണ് അല്ലേ? അങ്ങനത്തെ ഒരു പിന്നെ ഞങ്ങൾ ആട്ടും കൂടും ഞങ്ങൾ അങ്ങനെ സജ്ജീകരിച്ചു. അതിന്റെ വേസ്റ്റ് ഒന്നും പുറത്തേക്ക് പോകില്ല. അതൊക്കെ കണ്ടില്ല, അതിന്റെ തട്ട് അതിൽ നിന്ന് ആ ചാലിലേക്ക് വരുള്ളൂ. അല്ലാതെ കൂടുതൽ സ്പ്രെഡായിട്ട് വേസ്റ്റേജ് അങ്ങോട്ട് പോകില്ല. അല്ലേ? നമ്മളിപ്പോൾ ഫാമിൽ നാടൻ കോഴി എണ്ണ വളർത്താറുണ്ട്, മറ്റേ ഇറച്ചിക്കോഴികൾ, ഇങ്ങനെ എല്ലാം വ്യത്യസ്തമായിട്ട് വളർത്താറുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഈ ഫാമിലുള്ള ഇത് ഏത് ഇനം കോഴി? ഇത് പക്ക നാടൻ കോഴികളാണ്. നാടൻ കോഴികളാണ്. ഒരു 2-3 BV 380 ഇതിന്റെ ഇടയിലുണ്ട്. പക്ഷെ നാടൻ കോഴികളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാറ്. നാടൻ കോഴിമുട്ട നല്ല രീതിയിൽ നമുക്ക് കിട്ടും. കോഴിമുട്ട ഇടുക അവർ ആ അറകളിലാണ്. അവിടെ അതിനകത്ത് വായ്ക്കോലും ഇതൊക്കെ ഉണ്ട്, കിടക്കുന്നുണ്ട്. ആ മുട്ട ഇടാൻ വേണ്ടി അവിടെ കിടക്കുക. ഇതിലൊരു 150 കോഴികളുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇവര് സന്ധ്യാനേരത്ത് ഈ ഡോറ് തുറന്നു കൊടുത്താൽ ഇതിന്റെ ഉള്ളിലേക്കാണ്ട് കയറും. പകൽ സമയത്ത് മാത്രമേ ഈ ഒരു നെറ്റ് സിസ്റ്റത്തിൽ നിൽക്കുള്ളൂ. പൊരുന്നാൻ വെക്കുന്നത് സ്ഥലം വേറെയാണ്, പൊരുന്നാൻ വെക്കാറുണ്ട്. ഇൻക്യുബേറ്റർ അല്ല, കോഴിക്ക് തന്നെ പൊരുന്നാൻ ഇറച്ചി പൂവൻ കോഴികളാണെങ്കിൽ ഇറച്ചിക്ക് കൊടുക്കും. കിലോ 300 രൂപയായിട്ട്. മുട്ടയ്ക്ക് 8 രൂപ മുട്ട ആയിട്ട് ഇവിടെ ആളുകൾ വാങ്ങാൻ വരും. 8 രൂപയ്ക്ക് കൊടുക്കും. നാടൻ മുട്ട 8 രൂപ. 2 രൂപ കൂടുതൽ താറാവിന്റെ മുട്ടയ്ക്ക് 10 രൂപ. മുട്ടയ്ക്ക് 8 രൂപ. കാട മുട്ടയ്ക്ക് 2 രൂപ. ഇതിലിപ്പോ ഏകദേശം എത്ര കോഴികൾ മുട്ട ഇടുന്നത്? ഒരു ദിവസം ഏകദേശം എത്ര? ഒരു 150 കോഴിയെ വളർത്തിയാൽ 60-65 മുട്ട കിട്ടും. പക്ഷെ അതെന്താ വെച്ചാൽ കുറച്ചു കാലം മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ വിരിയിച്ചിട്ട് കുട്ടികളെ കിട്ടാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ റേഞ്ച് ഞാൻ പറഞ്ഞില്ല, അപ്പൊ തുടക്കത്തിൽ പറഞ്ഞാൽ അത് ഈ 100-150 പരിമിതിയാണ്. അതിലും കൂടുതൽ നമ്മൾ ചെയ്യില്ല. ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിനെല്ലാം വലിയ വിഷയമാണ്. ഇപ്പോഴത്തെ ലെവൽ വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോവാം. അപ്പോൾ ഒരു 150-200 മുട്ടക്കോഴി നാടൻ കോഴികൾ, 10-200 ഇറച്ചി കോഴികൾ, അങ്ങനെ ആയിട്ട് 10-100 താറാവ്, ആ ലെവലിൽ 300 കാട, ആ ലെവലിൽ ഇങ്ങനെ പോകും. ആടുകൾ ഒരു 5 എണ്ണം, പശുക്കളാണെങ്കിൽ ഒരു 10-15 എണ്ണം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു 50 സെന്റിലുള്ള ഒരു കർഷകന് അവൻ്റെ കൃഷിയിടത്തിൽ തന്നെ അതിൽ നിന്ന് ചെറിയ ചെറിയ വരുമാനമായാൽ വലിയൊരു വരുമാനമായി. ഇതാണ് നമ്മളെ കാടക്കൂട് സംവിധാനം. ഇത് കാട ഏതാ ഇനം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് നമ്മുടെ പിന്നെ മാനുവൽ ആച്ചറി ഉണ്ട് പെരുമ്പിലാവ്, അവരിരുന്ന് വാങ്ങിക്കുന്ന കാടയാണ്. അവരിരുന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ വാങ്ങിക്കും. അവർ 3-4 ആഴ്ച പ്രായമായ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുക. മാനുവൽ ആച്ചറി എന്ന് പറഞ്ഞാൽ പെരുമ്പിലാവുള്ള അവരിരുന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നത്. 6 ആഴ്ച പ്രായമായാലും ഇവർ മുട്ടയിടാൻ തുടങ്ങും. ഇവർക്കുള്ള തീറ്റ സംവിധാനമാണ് ഇത്. ഈ തീറ്റ ഇത് നമ്മൾ ഇതിലിട്ട് കൊടുത്താൽ ഇവരിത് തിന്നും ചെയ്തോളും. ഇതിൻ്റെ എഡ്ജ് കൊണ്ട് ഇത് പുറത്തേക്ക് പോകത്തുമില്ല, തീറ്റ പുറത്തേക്ക് പോകത്തില്ല എഡ്ജ് കൊണ്ട്. ഇത് വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഇതാണ്. ഈ ബക്കറ്റിൽ നമ്മൾ വന്ന് കുടിച്ചോളും. അവർക്കറിയാം വെള്ളം അവിടെ കിട്ടാൻ. ഇവരിടുന്ന മുട്ട ഈ ട്രേയിലേക്ക് വരും ചെയ്യും. സ്ലോപ്പ് ആയതുകൊണ്ട് ട്രേയിലേക്ക് വരും ചെയ്യും. അപ്പോൾ നമുക്ക് മുട്ട
മുട്ട കിട്ടും? അതായത് 100 കാടയെ വളർത്തിയാൽ ഒരു 70-65 മുട്ട. ഒരു മുട്ട ഏകദേശം എത്ര? 2 രൂപ. 2 രൂപ. 2 രൂപ. ഇവിടെ കടകളിൽ കൊടുക്കുക. ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ആളുകൾ ആദ്യം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ വാങ്ങിക്കൊണ്ടു. പക്ഷെ ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ആ വാക്കാണ്, കുറഞ്ഞ രീതിയിലായതുകൊണ്ടാണ് ഇതൊക്കെ വിപണനത്തിന് സാധ്യതകൾ കൂടുതലുള്ളത്. കൂടുതൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമ്മൾ അതിനേതായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ മാർക്കറ്റ് കണ്ടെത്തണം. ഇതാകുമ്പോൾ ഒരു റെസിഡൻഷ്യൽ മാർക്കറ്റിൽ നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഇത് 1 വർഷം വരെ മുട്ട ഇടും, അത് കഴിഞ്ഞ് ഇറച്ചി കൊടുക്കും. അപ്പൊ അടുത്ത ബാച്ചിനെ കൊണ്ടുവരും. ഒരു വർഷം വരെ മുട്ടയിടും. അത്ര അത് 365 ദിവസം ഏകദേശം കിട്ടുമോ? കിട്ടും മിക്കവാറും. പിന്നെ അതിന്റെ ശേഷം പിന്നെ ഇതിന്റെ ഉൽപാദനശേഷി കുറയുമ്പോൾ നമ്മൾ ഇത് ഇറച്ചിക്ക് വെക്കും. ഏത് വിലക്കാണോ നമ്മൾ കാടയെ വാങ്ങിയത് ആ വിലക്കാണ് ഇത് വിൽക്കാനും പറ്റും. ഇപ്പൊ തീറ്റയും മുട്ടയും കൂടെ തീറ്റയും മുട്ടയും കൂടെ. പക്ഷെ ഇതാണ് നമ്മളില്ലേ, മുട്ടയെ വിൽക്കാൻ പറ്റണം, ഇതിനെ പരിചരിക്കാൻ പറ്റണം. കാടയ്ക്ക് എന്ന് പറഞ്ഞാൽ തീറ്റ, ഒരു കാട ഒരു ദിവസം 25 ഗ്രാം മുതൽ 30 ഗ്രാം വരെ തീറ്റ എടുക്കും. അതിലപ്പുറം തീറ്റ തിന്നാനും പറ്റില്ല ഇതിന്. അപ്പൊ നമ്മൾ എക്കണോമിക്കലി 1500 രൂപയാണ് ഇപ്പോൾ ഒരു ചാക്കിന്റെ വില, 30 രൂപയാണ് കിലോ വില. അപ്പോൾ 30 ഗ്രാം ആകുമ്പോൾ ഒരു 90 പൈസ 1 രൂപേന്റെ ഉള്ളിൽ ഇതിന്റെ ചെലവ് വരും. 2 രൂപ ഇതിന്റെ മുട്ടക്ക് കിട്ടും. അപ്പോൾ എന്നും മുട്ട കിട്ടിയില്ലെങ്കിലും ആനുപാതികമായിട്ട് ഒരു 50 പൈസ നമുക്ക് ഒരു ദിവസം കിട്ടും. പക്ഷെ അതിൽ എന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ ഒരു ആവറേജ് നോക്കുമ്പോൾ ഒരു 50-60 പൈസ നമുക്ക് ഒരു ദിവസം. അപ്പൊ 300 കാടയാണ് എൻ്റെ അടുത്തുള്ളത്. ഈ 300 കാട വിൽക്കാനോ അതിന്റെ മുട്ടക്കോ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അസുഖങ്ങളോ കാടയ്ക്ക് എന്താ വെച്ചാൽ കാടയ്ക്ക് അസുഖം അങ്ങനെ വരാറില്ല. നമ്മൾ എന്തെങ്കിലും ഒരു വൈറ്റമിൻ മരുന്നുകൾ ഈ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും സ്വാഭാവികമായിട്ടും. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക്കിന് എന്തെങ്കിലും ഒരു മരുന്ന് വളരെ വളരെ അപൂർവ്വം വരാറുള്ളൂ. കാടയ്ക്ക് അസുഖം വരാറില്ല, വന്ന കൂട്ടത്തോടെ നഷ്ടപ്പെടും ചെയ്യും. നമുക്ക് ഒരു കാട വാങ്ങുമ്പോൾ, അതായത് നിങ്ങൾ ഇവിടുന്ന് എടുക്കുമ്പോൾ ഒരു കാടയ്ക്ക് എത്ര രൂപ? 40 രൂപ. നമ്മളത് തിരിച്ച് ഇറച്ചിക്ക് വെക്കുമ്പോൾ 35 രൂപ 40 രൂപ ആ റേഞ്ചിൽ കിട്ടും ചെയ്യും. നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഉള്ള സ്ഥലപരിമിതി കൊണ്ട് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ, അതായത് നമുക്ക് നല്ലൊരു വരുമാന മാർഗത്തിലേക്ക് അത് മാറ്റിയെടുക്കാം എന്ന് കാണിച്ചു തരികയാണ് ശരിക്കും ലത്തീഫ്ക്ക ചെയ്തിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ എണ്ണത്തിലുള്ള പശുക്കൾ, വളരെ ചുരുങ്ങിയ എണ്ണത്തിലുള്ള ആട്, വളരെ ചുരുങ്ങിയ രീതിയിൽ താറാവ്, ഇങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് എങ്ങനെ ഒരു ഫാം ചെയ്യുന്ന രീതിയെ മാതൃകയാക്കാം എന്നുള്ളത് ആണ് ലത്തീഫ്ക്ക നമുക്ക് കാണിച്ചത്. ഇത് ശരിക്കും ഓർഗാനിക് കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയാം. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മറ്റ് മേഖലകളിലൂടെയൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ വീഡിയോകളും അതുപോലെ തന്നെയാണ്. നമ്മൾ ഒരാളുടെ കഴിവ്, അയാളുടെ കഴിവ് എങ്ങനെയാണ് ഒരു ഫാമിൽ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന രീതിയിൽ, അയാൾ ചെയ്യുന്ന കൃഷിയിൽ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മളത് പ്രത്യേകം എടുത്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലത്തീഫ്ക്കയുടെ അടുത്ത് വന്നതും ലത്തീഫ്ക്കയുടെ ഫാം കണ്ടതും. അതിലൂടെ അവർ ഇവിടെ ഇങ്ങനെ പാല് വിൽക്കുന്ന രീതി, അല്ലെങ്കിൽ ആടിനെ വളർത്തുന്ന രീതി, താറാവുകളെ വളർത്തുന്ന രീതി, ഇതിനെയൊക്കെ ചുരുങ്ങിയ ചെലവിൽ ഒരാൾക്ക് ഏകദേശം എത്രത്തോളം ലാഭം കിട്ടാവുന്ന ഒരു രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ലത്തീഫ്ക്ക ചെയ്തിട്ടുള്ളത്. അത് വളരെ അഭിനന്ദനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അവാർഡുകൾ, ഒരുപാട് അംഗീകാരങ്ങൾ ലത്തീഫ്ക്കനെ തേടി വന്നിട്ടുണ്ട്. അത് അർഹമായ രീതിയിൽ തന്നെയാണ് പുള്ളിക്ക് അത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും നമ്മളോട് ഇത്രയും നേരം വളരെ നന്നായിട്ട് സഹകരിച്ചിട്ട് ഈ എല്ലാ രീതികളും നമുക്ക് പറഞ്ഞു തന്നതിൽ ലത്തീഫ് കാണിച്ച ആ വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ഓർഗാനിക് കേരളത്തിൻ്റെ ഒരു പ്രത്യേക നന്ദി ഞാൻ ലത്തീഫ്ക്കയോട് പറയുന്നു. വളരെ വളരെ സന്തോഷം ലത്തീഫ്. താങ്ക് യു.